ശ്രീ സുധീറാണ് ദുബൈയിൽ നിന്നും. ശ്രീ സുധീർ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്നുള്ള യേശുദാസിന്റെ ഭക്തി അളക്കുന്ന മിഷൻ ഏതാണെന്ന് മനസ്സിലായില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ആരുടെയെങ്കിലും ഭക്തി അളക്കുന്ന മിഷൻ ഏതാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഇല്ല, ആർക്കും അറിയില്ല. പിന്നെ വേറൊരു കാര്യം, യേശുദാസ് എത്ര ഭക്തിഗാനം, ഗുരുവായൂർ ഭക്തിഗാനം ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി പാടിക്കൊടുത്തിട്ടുണ്ടെന്നും കൂടെ സാറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയി പാടുന്നത് വേണം സാർ. അത്രയും വലിയൊരു ഭക്തനായിരുന്നെങ്കിൽ ഓക്കെ, യേശുദാസിന്റെ ഭക്തിഗാനങ്ങൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് പാടാം. എനിക്കറിയില്ല. ഈ മയിൽപീലിയൊക്കെ കാസറ്റ് ഇറങ്ങിയിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ഇറങ്ങിയ കാസറ്റാണ്. നോക്കൂ, നിങ്ങൾ പറയുന്ന കേൾക്കൂ. യൂസുഫ് അലി കേച്ചേരി സാർ യേശുദാസിന് വേണ്ടി പാടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭക്തിഗാനങ്ങൾ, കൃഷ്ണ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള എഴുതിയിട്ടുള്ള വ്യക്തിയാണ് യൂസുഫ് അലി കേച്ചേരി സാർ. അദ്ദേഹത്തെ കേട്ടാൽ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അദ്ദേഹത്തെയും കേട്ടണം. ഇത് യേശുദാസിന്റെ മാത്രം വിഷയമല്ല ശ്രീ സുധീർ, ഇത് യേശുദാസിന്റെ മാത്രം വിഷയമല്ല. കേരളത്തിലെ എല്ലാ ആരൊക്കെ ഗുരുവായൂരപ്പന്റെ ഭക്തരാണോ അവർക്കെല്ലാം കയറണമെന്നുള്ളതാണ് അഭിപ്രായം. ശിവഗിരി മഠത്തിലെ ഏതോ ഒരാൾ പറഞ്ഞു. ഏതോ ഒരാളല്ല, ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദനാണ് പറഞ്ഞത്. ഏതോ ഒരാളാണ്. അതെങ്ങനെയാണ് ഏതോ ഒരാളെ? ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് ഏതോ ഒരാളാവാൻ പറ്റുമോ? പ്രസിഡന്റ് ആണ് അയാൾ. അതെങ്ങനെയാണ്? ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ശിവഗിരി മഠത്തിന്റെ അധിപനാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ അങ്ങനെയല്ല. ശ്രീ സുധീർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. കേരളത്തിൽ നടന്ന സാമൂഹ്യ വിപ്ലവങ്ങളെ കുറിച്ച് താങ്കൾക്ക് അറിയാമല്ലോ. അതിൽ എല്ലാം ശിവഗിരി മഠത്തിനാണോ? അല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച സ്ഥാപനമാണ് ശിവഗിരി മഠം എന്നൊന്നും ഞാൻ പറയുന്നില്ല സാർ. താങ്കൾ പറയുന്നില്ലെങ്കിൽ താങ്കൾക്ക് കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് അറിയില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ ശിവഗിരി മഠത്തിൽ നിന്ന് മാത്രമാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന്, മുസ്ലിം വിഭാഗത്തിൽ നിന്ന്, വിവിധ കേരളത്തിലെ അയ്യങ്കാളി മുതൽ എത്രയോ ജാതി നേതാക്കൾ, ജാതികളുടെ പരിഷ്കരണത്തിന് വേണ്ടി നേതാക്കന്മാർ, അവരെല്ലാം ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെയാണ് ഈ കേരളം ഉണ്ടായത്. ഒരു ദിവസം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാരും കേറ്റാന്നുള്ള ഉദ്ദേശം ഒന്നും ആർക്കും വേണ്ട സാർ. അതെല്ലാം ഭക്തരുടെ തീരുമാനങ്ങളാണ്. ഏത് ഭക്തരാണ് താങ്കൾ? അത് ഏത് വിഷയം വെച്ചാണ് അളന്നത് ഭക്തരുടെ തീരുമാനം എന്ന് പറയാൻ? അവിടെ ഒരു ഭരണമുണ്ട്, അവരെല്ലാരും കൂടെ തീരുമാനിക്കുന്നതാണ്. സുധീർ, താങ്കൾ ആദ്യം ചോദിച്ചത് ഭക്തി അളക്കാൻ മിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. താങ്കൾ ഈ പറഞ്ഞ ഭക്തരുടെ ഒക്കെ ഭക്തി അളക്കാൻ ഏതെങ്കിലും മിഷൻ ഉണ്ടോ? ഉണ്ട്. പലരുടെയും ഭക്തി അളക്കാനുള്ള മിഷൻ ഉണ്ട്. അത് അവരുടെ മനസ്സിൽ നിന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒന്നാം ഗണത്തിൽപ്പെടുത്താവുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തൻ തന്നെയാണ് യേശുദാസ്. തീർച്ചയായിട്ടും ഞാൻ അതിനേക്കാളും വലിയ ഭക്തനാണ്. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഒരു സഹഭക്തൻ കൂടിയായ യേശുദാസിനെയും അത്തരത്തിൽ ഭക്തിയോടെ എല്ലാവരെയും കയറ്റണമെന്നുള്ള അഭിപ്രായം പറയണം. എനിക്ക് തോന്നുന്നത് യേശുദാസിനെക്കാളും വലിയൊരു ഗുരുവായൂരപ്പൻ ഭക്തനാണ് സാർ ഞാൻ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയേണ്ട അഭിപ്രായം, എല്ലാ ഭക്തർക്കും ഭഗവാന്റെ മുന്നിൽ എല്ലാ ഭക്തരും തുല്യരാണ്, അതുകൊണ്ട് എല്ലാവർക്കും കയറാൻ അനുമതി വേണമെന്നാണ് പറയേണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ ആ തൃനാടയിൽ വന്നിട്ട് അകത്ത് കയറാതെ വെളിയിൽ നിന്ന് തൊഴുത് ഭക്തി പുരസ്സരം തൊഴുത് പോകുന്ന കാഴ്ച സാർ അവിടെ ഒരു മണിക്കൂർ പോയി നിന്ന് കഴിഞ്ഞാൽ സാറിന് കാണാം. അതല്ലല്ലോ, ഒരാൾക്ക് അകത്ത് കയറാൻ അനുമതി കൊടുക്കണ്ടേ? സാറിനത് കാണാം. അവരും ഭക്തന്മാരാണ് സാർ. അതാ, നിങ്ങൾ അനുമതി കൊടുക്കണ്ടേ? ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ തൊഴുത് കഴിഞ്ഞാൽ മാത്രമേ കൃഷ്ണനെ കാണാൻ പറ്റൂ. എന്നാൽ കുറച്ചു പേർക്ക് മാത്രം ശ്രീകോവിലിന്റെ മുന്നിൽ കയറ്റുന്നത് എന്തിനാ? അവരെയും കയറ്റണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും ദൈവമുണ്ട് സാർ. എങ്കിൽ പിന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകണ്ടല്ലേ? എല്ലായിടത്തും ദൈവം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഒരു ദൈവം ഇരിക്കുന്ന സന്നിധിയിലേക്ക് പോകണമെന്ന് ഭക്തർക്ക് ആഗ്രഹം കാണില്ലേ? അതിന് ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമല്ല, നൂറുകണക്കിന് അമ്പലങ്ങൾ, കൃഷ്ണൻ അമ്പലം വേറെയുണ്ട് സാർ. ശ്രീ സുധീർ, എന്തിനാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ യേശുദാസിന് മാത്രം എന്താണ് അതിലൊരു കുഴപ്പം? ആര് പറഞ്ഞു യേശുദാസിന് മാത്രമാണ്? അഹിന്ദുക്കൾക്കാണ് സാർ. അതെന്തിനാണ് അഹിന്ദുക്കളെ മാറ്റി നിർത്തുന്നത്? യേശുദാസിന് മാത്രമല്ല സാർ. അതെന്തിനാണ് അഹിന്ദുക്കളെ മാറ്റി നിർത്തുന്നത്? അഹിന്ദുക്കൾ മാറി നിൽക്കേണ്ട സ്ഥലത്ത് അഹിന്ദുക്കൾ മാറി നിൽക്കണം. ഏതെങ്കിലും ഹിന്ദു മാത്രം അങ്ങനെ പറയുന്നുണ്ടോ? ഹിന്ദുക്കളുടെയാണ് സാർ. അവർണനും സവർണനും എല്ലാവർക്കും കയറാൻ പറ്റുന്ന. നേരത്തെ ഈ അവർണരെ കയറ്റില്ലായിരുന്നല്ലോ, അന്നും പറഞ്ഞത് ഇതേ ആചാരമല്ലേ? അവർ ഹിന്ദു ആയിരുന്നോ? ആ ഹിന്ദുക്കളെ ഒന്നും കയറ്റിയില്ലല്ലോ നിങ്ങൾ. സോറി, സാറ് പറഞ്ഞ ആ അവർണർ ഹിന്ദു ആയിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, ആ അവർണരെ കയറ്റിയിരുന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി ഞാൻ ചോദിക്കട്ടെ, ആ ഹിന്ദുക്കളെ നിങ്ങൾ കയറ്റിയിരുന്നോ? ആ പറഞ്ഞ അവർണർ അവർ ഹിന്ദു ആയിരുന്നോ? ആയിരുന്നു, പറഞ്ഞു. ആയിരുന്നു. അതുകൊണ്ട് അവരിപ്പോ അവരെ വിളിച്ചു കയറ്റിയതാണോ? ആരെങ്കിലും വിളിച്ചു കയറ്റിയതാണോ? അവിടെ പ്രക്ഷോഭം നടത്തി കയറ്റിയതാണ്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, അവരൊക്കെ അവിടെ പ്രക്ഷോഭം നടത്തിയിട്ട് കയറ്റിയതാണ്. സാഹചര്യത്തിനനുസരിച്ച് മാറുന്നു. സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോഴും മാറണമെന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റ് ഉണ്ട് സാർ. എന്താണ്? അതേതാണ് ലിമിറ്റ്? എല്ലാ അണ്ടനും അടകോടനും വന്ന് കയറാവുന്ന സ്ഥലം അല്ല സാർ ഭക്തി അമ്പലങ്ങള്. ഇപ്പൊ അമ്പലത്തിൽ കയറുന്നവരെല്ലാവരും പരമഭക്തരാണ്. ഹിന്ദുവിന്റെ അമ്പലമാണെങ്കിൽ അവിടെ ഹിന്ദു തന്നെ പോകണം.
ഹിന്ദുവിന്റെ അമ്പലത്തിൽ അങ്ങനെ ഹിന്ദു തന്നെ പോകണമെന്ന് വ്യവസ്ഥ എവിടെയും ഇല്ല ശ്രീ സുധീർ. എത്രയോ തവണ ശബരിമലയ്ക്ക് അങ്ങനെയൊക്കെ എല്ലാ മതക്കാരും കയറുന്ന ഒരുപാട് ക്ഷേത്രമുണ്ട്. ഞാൻ ഓച്ചിറയിൽ നിന്നാണ് വരുന്നത്. ഓച്ചിറ ക്ഷേത്രത്തിൽ എത്രയോ നൂറ്റാണ്ടുകളായി എല്ലാ മനുഷ്യർക്കും കയറാം. വലിയ പാരമ്പര്യമുള്ളതാണ്. മുത്തപ്പന്റെ അമ്പലം സാർ, മുത്തപ്പന്റെ അമ്പലം കണ്ണൂരുണ്ട്, ആർക്ക് വേണമെങ്കിലും പോവാം സാർ. അങ്ങനെ അതുകൊണ്ട് ഹിന്ദുവിൽ അങ്ങനെയും പാരമ്പര്യം ഉണ്ട് എന്ന് താങ്കൾ അറിയണം. ഉണ്ട്. ആ പാരമ്പര്യത്തിൽ ഓരോ അമ്പലത്തിന്റേതും അതിന്റേതായ നിഷ്ഠകളും കാര്യങ്ങളും ഈ അമ്പലങ്ങളിലൊക്കെ തന്നെയാണ് പണ്ട് അവർണരെ കയറ്റാതിരുന്നത്. അന്നും ഈ ആചാരമാണ് പറഞ്ഞത്. അതെങ്ങനെ മാറി? അതാണ് സാർ മാറിയത്. അവർ അവർണരാണെങ്കിൽ അവർ ഹിന്ദു ആണോ? അത് എങ്ങനെ മാറി എന്നാണ് ഞാൻ ചോദിച്ചത്. അവർ ഹിന്ദു ആണോ? അത് എങ്ങനെ മാറി? അതുപോലെ എല്ലാവർക്കും അത് പറയാൻ തയ്യാറല്ല. ഇത് ആരും താരത്തിൽ വെച്ചുകൊണ്ട് തന്നു മാറ്റിയതല്ല. വലിയ പ്രക്ഷോഭം നടത്തി മാറ്റിയതാണ്. ഒരുപാട് പേർ മർദ്ദനമേറ്റും കൂടി മാറ്റിയതാണ്. താലത്തിൽ വെച്ച് തരുന്ന സാധനങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ സ്വീകരിക്കാതെ മാറ്റി. അല്ല, താലത്തിൽ വെച്ച് തന്നില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ കഴിയണം. അല്ല, അത് അങ്ങനെ പിടിച്ചു വാങ്ങിയതാണ് ക്ഷേത്രപ്രവേശനം. അത് അഹങ്കാരം. അത് അഹങ്കാരമല്ല, അങ്ങനെ പിടിച്ചു വാങ്ങിയതാണ് ഈ ക്ഷേത്രപ്രവേശനം. അത് അഹങ്കാരം. അത് അഹങ്കാരമല്ല. അങ്ങനെ ഒരുപാട് പേർ അഹങ്കാരം കാണിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഈ സമൂഹത്തിൽ നിന്ന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത്. അത് അത്തരം ധാർഷ്ട്യങ്ങളൊക്കെ വേണം ഈ സമൂഹത്തിൽ. ഇല്ല സാർ, കയറ്റില്ല എന്ന് പറയുന്നിടത്ത് കയറി തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തത്. അങ്ങനെ ധാർഷ്ട്യം കാണിക്കരുത് സാർ. അങ്ങനെ ധാർഷ്ട്യം കാണിക്കണം. അങ്ങനെ കാണിച്ചാണ് നമ്മുടെ പിൻതലമുറക്കാർ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ സമൂഹത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ കയറാൻ കഴിയുന്നത്. പിൻതലമുറകൾ അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഇന്നും ഹിന്ദു കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നിലനിൽക്കുന്നത് സാർ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയൊക്കെ നടക്കട്ടെ. അങ്ങനെ ശ്രീ സുധീർ, ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സംഗീതം ഈശ്വരനാണ്. കല്ലിലും തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഇരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ശ്രീരാമൻ ജനമംഗലി ക്ഷത്രിയനും ശ്രീകൃഷ്ണൻ യാദവനാണ്. ശ്രീരാമന്റെ ക്ഷേത്രങ്ങള്, ശ്രീരംഗ ടെമ്പിള്, ഭഗതീശ്വരൻ ടെമ്പിളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല അവിടെയൊക്കെ. പിന്നെ യേശുദാസിന്റെ മധുവശമുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടോടാവാം, ആള് കയറാൻ പാടില്ല. പിന്നെ ഒന്നുണ്ട്, യേശുദാൻ എത്തിക്കത്തോലിക്കനാണ്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങനെ മറുവാദമുണ്ട്. ഇങ്ങനെ ഒരു ദൈവസ്തുതികള്, അതൊരു മറുവാദം ഉണ്ടാ. ഈ ശരിയാണെന്ന് അറിയില്ല. പക്ഷെ ദൈവം സംഗീത ഈശ്വരനാണ്. യാദവനായ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ കയറാനും പാടില്ല. ശ്രീരാമൻ ക്ഷത്രിയനായ ശ്രീരാമൻ ക്ഷേത്രത്തിൽ കയറാം. ഞാൻ വീണ്ടും പറയുന്നത്, പ്രദേശം ടെമ്പിളും ശ്രീരംഗ ടെമ്പിളും ആളാണ് ഞാൻ ഇതിൽ വിശ്വസിക്കുന്ന ആളുമല്ല. മറ്റൊരു കാര്യം. ശരി, ഓക്കെ. ശ്രീ ജോസഫിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശക്തമായ അഭിപ്രായം തന്നെയാണ് അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. ശ്രീ സെബിനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സെബിൻ, താങ്കൾ എങ്ങനെയാണ് ഇതിൽ പറയുന്നത്? നമസ്കാരം. ഞാൻ ഈ ഒരു നിലപാടിനോട് ഞാൻ ഒരു എറണാകുളം സുറിയാനി ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഫോർഫാദേഴ്സ് ഹിന്ദുക്കളാണെന്നും ഞാൻ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിക്കുക അത് മനസ്സിലാക്കുക കഴിയുള്ള ഒരാളാണ്. ഞാൻ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ ഒരു വലിയൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, നിയമം വെച്ച് തന്നെ, നിയമം അനുശാസിക്കുന്നതനുസരിച്ച് തന്നെ നിയമപോരാട്ടം നടത്തിയാൽ തന്നെ വിശ്വാസത്തിന് ക്ഷേത്രപ്രവേശനം ലഭിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമം. പിന്നെ എല്ലാ വിശ്വാസിക്കും അമ്പലത്തിൽ പ്രവേശിക്കാം എന്നാണ് ഒരു ഹിന്ദുവിന്റെ നയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആ അമ്പലത്തിന് അതിൻ്റെതായ ആചാരക്രമങ്ങളുണ്ട്. നമ്മളിപ്പോ നോണൊന്നും കഴിക്കാതെ പോകണം എന്നൊക്കെയുള്ള അതനുഷ്ഠിച്ച് ഏത് ഒരു ആൾക്കും. ശ്രീ സെബിൻ, എൻ്റെ ഒരു ചെറിയ സംശയമാണ്. ഈ ആചാരം എന്ന് നമ്മൾ എല്ലാ കാലത്തും പറയുന്നത്, അതാത് കാലത്ത് അമ്പലം ഭരിക്കുന്ന പുരോഹിതന്മാർ ഉണ്ടാക്കുന്ന, തന്ത്രിമാർ അവരൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ആചാരം. അത് അവരുടെ സൗകര്യത്തിന് വേണ്ടി, അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ആചാരങ്ങൾ മഹാഭൂരിപക്ഷവും. അതൊക്കെ എത്രയോ കാലം നമ്മൾ മാറ്റിയിട്ടുണ്ട്. എത്രയോ ആചാരങ്ങൾ ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലെ. ഈ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അവർണർക്ക് കയറാൻ കഴിയില്ല, ഓരോ ജാതിക്കാരും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴിയിൽ നിന്ന് ഇത്ര അടി അകലത്തിലൂടെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആചാരങ്ങളുണ്ടായിരുന്നു. ഈ ആചാരങ്ങളൊക്കെ അന്നും ഇതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ചൈതന്യം കുറഞ്ഞു പോകും, മറ്റ് താഴ്ന്ന ജാതിക്കാരൊക്കെ കയറിയാൽ എവിടെയെങ്കിലും കുറഞ്ഞോ, ചൈതന്യം കുറഞ്ഞോ? ഇല്ലല്ലോ. ആ ആചാരം എന്ന് പറയുന്നത് ഒരു കാലത്തും അങ്ങനെ ഒരു കൃത്യമായി പാലിക്കേണ്ട ഒന്നുമില്ല. അത് കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതാണ്. മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. ഈ പാർശ്വവൽക്കരിച്ച തീരുമാനങ്ങളെ, ചിന്തകളെ മാറ്റുക എന്നുള്ളത്, അത് ശരിക്കും ഇതിനകത്ത് സാമൂഹ്യ പ്രവർത്തകരും ഗവൺമെന്റും ഉത്തരവാദിത്തമുള്ള ആൾക്കാരൊക്കെ ഇടപെട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അമ്പലം വിശ്വാസിക്കുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്യം ഭരിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾ ചിന്തിക്കുന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില പ്രാദേശികമായി ചിലര് ആളുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അത് മാറ്റം വരേണ്ട ഒന്ന് തന്നെയാണ് ഞാനും എന്റെ അഭിപ്രായം. ശരി ശ്രീ